ലത്തീഫ് നീലേശ്വരം നല്ലൊരു എഴുത്തുകാരനും വായനക്കാരനും എല്ലാറ്റിനുമുപരി ഒരു പ്രവാസിയുമാണ്. പ്രവാസ ജീവിതം സമ്പാദ്യത്തിനപ്പുറം ലോകം കാണുവാനുള്ള, അനുഭവിച്ചറിയുവാനുള്ള, വിവിധ സംസ്കാരങ്ങളെയും ജനങ്ങളെയും അവരുടെ ജീവിത രീതിയും കണ്ടറിയുവാനുള്ള ഒരു മാർഗം കൂടിയായി സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. കുറേ കാലം കുവൈറ്റ് പ്രവാസത്തിലിരുന്ന ലത്തീഫ് നീലേശ്വരം കൊറോണ കാലത്താണ് കുവൈറ്റിനോട് വിട പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയത്. നാടിൻ്റെ വളരെ ചെറിയ തട്ടകത്തിൽ നിന്നും ഉയർന്ന തട്ടകങ്ങളിലുള്ള എല്ലാ ജീവിത രീതികളെയും അടുത്തറിയുകയും പയറ്റിത്തെളിയുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം ലോകം കാണുവാൻ ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് അദ്ദേഹം ലണ്ടനിലെ പ്രവാസിയാണ്. ഒപ്പം ലണ്ടനിലെ കുറെ കാഴ്ചകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി തരുകയാണ്. صديق السلام عليكم كم فلوس كم 20 على طول 20 ലണ്ടനിലെ അപ്റ്റു മാർക്കറ്റിലാണ്. ഇവിടെ പഴയതും പുതിയതുമായ ഉപകരണങ്ങള്, പഴയ സൈക്കിളുകള്, മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മൊബൈലുകള്, മൊബൈൽ പാർട്സുകള്, അങ്ങനെ പലതരം ഐറ്റങ്ങൾ കിട്ടുന്ന ഒരു ഇടമാണ് ഈ സൺഡേ മാർക്കറ്റ്. അതായത് അപ്റ്റം പാർക്കിലെ ക്യൂൻസ് മാർക്കറ്റിലെ ഒരു ഞായറാഴ്ച ദിവസം ഏഷ്യക്കാരും അതേപോലെ തന്നെ അറബികളും എല്ലാം നടത്തുന്ന ഒരു ഇടമാണ് സൺഡേ മാർക്കറ്റ്. അതുപോലെ തന്നെ അവിടെ വരുന്ന കസ്റ്റമറിലധികവും ഏഷ്യൻ വംശജരാണെന്നുള്ള ഒരു പ്രത്യേകത ഈ മാർക്കറ്റുണ്ട്. ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് മാർക്കറ്റായി പരിണമിക്കുന്ന ഈ മാർക്കറ്റ് ഞായറാഴ്ച ദിവസം ഇതിനായി മാറ്റിയിട്ടിരിക്കുകയാണ്. സംസ്കാരങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ രീതികൾ ഒരുപോലെയാണെന്ന് കാണാം. നമ്മുടെ പഴയകാലത്തെ അങ്ങാടികൾ ഞായറാഴ്ചകളിൽ നിറഞ്ഞു കവിയുന്നതും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്നതുമായ കാഴ്ചകൾ നമുക്കും അന്യമല്ല. അതുപോലെ തന്നെ ഇവിടെ മുഴങ്ങുന്ന അനൗൺസ്മെന്റ്, പോക്കറ്റ് അടിക്കാരൊക്കെ സൂക്ഷിക്കാനുള്ള ഇടക്കിടക്കുള്ള ഈ മുന്നറിയിപ്പ് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം പിടിച്ചു പറിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മിന്നായം പോലെ അത് കൺവെട്ടത്തു നിന്ന് മറിഞ്ഞു പോകുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം. പറയാനുള്ളത് എന്നാൽ നമ്മൾ iPhone 14, iPhone 15 ഇങ്ങനെ പോലെയുള്ള പുതിയ മൊബൈലുകൾ 6 മാസം പഴക്കമുള്ളതോ പുതിയ പാക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾ ചുളു വിലയിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. എത്രമാത്രം വിലപേശി നിങ്ങൾ വാങ്ങുന്ന നിങ്ങളെ കഴിവനുസരിച്ചും അതിന്റെ വില കണക്കാക്കുക. കാരണം ഇവിടെ പല സാധനങ്ങളും, അതേപോലെ തന്നെ ബൈക്കുകളുടെ ഹെൽമെറ്റ്, ബൈക്കുകളുടെ പാർട്സുകൾ, ലാപ്ടോപ്പുകൾ, വാദ്യോപകരണങ്ങൾ, പഴയ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ, ഗിറ്റാറുകൾ, കുടകൾ, അംബ്രലകൾ, പലതരം സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. കാഴ്ചകളുടെ പറുദീസ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി ലത്തീഫ് നീലേശ്വരം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കാം.